കഥ പാതി വിധവ ഭാഗം 22. ജയ, താനൊന്ന് അത്യാവശ്യമായി ഇവിടം വരെ വരണം. ഹേമയെ പരിശോധിച്ച സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനന്തപത്മനാഭൻ വിളിച്ചു പറഞ്ഞത് പ്രകാരം ജയമോഹനൻ അദ്ദേഹത്തെ നേരിട്ട് കാണാനായി പുറപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് ടെസ്റ്റിനായി എടുത്തിരുന്നല്ലോ, അതിന്റെ റിസൾട്ട് വന്നു കാണും. ജയൻ മനസ്സിലോർത്തു. അതിലെന്തെങ്കിലും പാകപ്പിയ തോന്നിയത് കൊണ്ടാവാം ഡോക്ടർ തന്നെ നേരിട്ട് വിളിപ്പിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും ഹേമയെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ കൂടിക്കൂടി വരികയായിരുന്നു. അനിരുദ്ധനെ പരിശോധിക്കാൻ അവൾ കൊണ്ടുവന്നയാൾ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ CCTV-യിലൂടെ കണ്ട ജയനാകെ പകച്ചുപോയിരുന്നു. അതിനുശേഷമാണ് ഹേമയെ പറ്റി വ്യക്തമായ അന്വേഷണത്തിൽ ജയൻ മുതിരുന്നത്. ബാംഗ്ലൂരിൽ അവളെ കണ്ടെത്താൻ സഹായിച്ച സുഹൃത്തുക്കളെ അതിന് നിയോഗിക്കുകയും ചെയ്തിരുന്നു. അതിനിടയ്ക്കാണ് അനിക്കുട്ടൻ വിളിച്ച് ഹേമയുമായുള്ള വിവാഹ നിശ്ചയം ഉടൻ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. ജയനാകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. അനിക്കുട്ടനെ ധിക്കരിക്കുവാൻ അയാൾക്ക് ആവുമായിരുന്നില്ല. ആത്മസുഹൃത്ത് എന്നതിലുപരി ജീവനുള്ളിടത്തോളം കാലം താൻ അനിക്കുട്ടന് കടപ്പെട്ടിരിക്കുവാനുള്ള കാര്യം മറ്റാർക്കും അറിയില്ലതാണ്. ഒരിക്കൽ ആത്മഹത്യക്ക് തുനിഞ്ഞ ജയന്റെ ഫാമിലിയെ രക്ഷിച്ചതും അയാളെ എന്നീ നിലയ്ക്ക് എത്തിച്ചതിന് പിന്നിലും അനിരുദ്ധൻ ഒറ്റൊരാളായിരുന്നു. സാമ്പത്തിക തട്ടിപ്പിന് ഇരയായ ജയന്റെ അച്ഛൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിനൊടുവിൽ ആത്മഹത്യക്ക് തീരുമാനിക്കുകയായിരുന്നു. ഭീമമായ തുക കൊടുത്ത് തീർക്കാൻ തന്നെ കൊണ്ടാവില്ലെന്ന് മനസ്സിലായ അദ്ദേഹത്തിന് മുന്നിൽ വേറെ വഴികൾ ഇല്ലായിരുന്നു. അപ്രതീക്ഷിതമായി അങ്ങോട്ടേക്ക് എത്തിയ അനിരുദ്ധന് അവരുടെ മുഖഭാവത്തിൽ നിന്നും കാര്യങ്ങൾ എളുപ്പത്തിൽ വായിച്ചെടുക്കുവാൻ സാധിച്ചു. ജയനെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ച അനിരുദ്ധന്റെ കരങ്ങൾക്ക് ശക്തി കൂടിയതല്ലാതെ ഒരു തരി പോലും കുറവ് വന്നില്ല. ഒരുപാട് കരങ്ങൾ ഒരുമിക്കുമ്പോൾ താനെ വരുന്ന ധൈര്യവും ആത്മവിശ്വാസവും അനിരുദ്ധനെ കൂടുതൽ മികവുള്ളവനാക്കി. അന്ന് ദൈവദൂതനെ പോലെ അനിക്കുട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ തന്റെ കുടുംബം നാമാവശേഷമായേനെ. വീൽ ചെയറിൽ കഴിയുന്ന അനിക്കുട്ടന്റെ മനസ്സായിരുന്നു അക്ഷരാർത്ഥത്തിൽ ജയൻ. ഒരു നോട്ടം കൊണ്ടുപോലും അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ജയന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. വീൽ ചെയർ അനിക്കുട്ടനെയും കൊണ്ട് ധ്യാനത്തിലേക്ക് ചെന്നിരുന്ന ഹിമ വാക്കിംഗ് സ്റ്റിക്കും ഒപ്പം കരുതിയിരുന്നു. അവിടെ അവളെ സഹായിക്കാൻ സെക്യൂരിറ്റി ചേട്ടനും ഒപ്പം കൂടിയിരുന്നു. നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ അനിയെ അവർ രണ്ടുപേരും ചേർന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തി. ഇരുവശവും അയാളെ താങ്ങി നിർത്തിയിരുന്നു. അനിരുദ്ധൻ ഇടത്തെ കൈ കൊണ്ട് വാക്കിംഗ് സ്റ്റിക്കിൽ ബലമായി പിടിച്ചിരുന്നു. ഹിമയുടെ തോളിലായിരുന്നു വലത്തെ കൈ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ചെരിപ്പിടാതെ അനിക്കുട്ടന്റെ പാദങ്ങൾ പുൽനാമ്പിൽ പതിഞ്ഞപ്പോൾ അയാളുടെ മുഖത്തുണ്ടായ അനുഭൂതി പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. ഓരോ അടി വെച്ച് മുന്നോട്ട് മെല്ലെ മെല്ലെ നീങ്ങുമ്പോഴും അയാളുടെ പിടി മുറുകുന്നുണ്ടായിരുന്നു. അത് ഹിമയ്ക്കും ബോധ്യമാവുന്നുണ്ടായിരുന്നു. തന്റെ തോളിൽ പിടിച്ചു ചേർന്ന് അനിയേട്ടൻ നടക്കുമ്പോൾ അവളിലെ ആത്മവിശ്വാസം ഇരട്ടിച്ചിരുന്നു. അനിരുദ്ധനെ പിന്നിൽ നിന്നും താങ്ങി പിടിക്കുന്ന സെക്യൂരിറ്റി മെല്ലെ കൈകൾ അയച്ചു തുടങ്ങി. അയാൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് തനിയെ നടക്കാൻ സാധിക്കുമെന്ന്. ഹിമയും അനിരുദ്ധനെ മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച കണ്ട് അയാളുടെ കണ്ണുകൾ ആനന്ദ കണ്ണീരാൽ കുളിരണിഞ്ഞു. ചുറ്റും മറന്ന് സെക്യൂരിറ്റി ആ കാഴ്ചയിൽ ലയിച്ചു നിൽക്കുമ്പോഴാണ് ഹോണടി കേട്ടത്. ഡോക്ടറെ കണ്ട് ജയൻ ചീറിപ്പാഞ്ഞു വരികയായിരുന്നു. എത്രയും പെട്ടെന്ന് ഹേമയെ അടുത്തെത്തുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. വാഹനം പാർക്ക് ചെയ്ത് ചാടിയിറങ്ങി ജയമോഹൻ മുറിയിലേക്ക് പാഞ്ഞു. ഹേമയുടെ ബാഗുകൾ പരത്തിയ ജയനാകെ അസ്തപ്രജ്ഞനായി നിന്നുപോയി. ജയന്റെ കൈകളിൽ ബാഗിൽ നിന്നും കണ്ടെത്തിയ നിരോധിത ഡ്രഗ്സുകളായിരുന്നു. ഡോക്ടറുടെ വാക്കുകൾ അയാളുടെ ചെവികളിൽ മുഴങ്ങി. ഡ്രഗ് അഡിക്റ്റായ ഹേമയെ ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ചു വേണം. വയലന്റ് ആയാൽ അവൾ സർവ്വതും നശിപ്പിക്കും. സ്വന്തം ജീവൻ വരെ ത്യജിക്കാൻ അവൾ മടി കാണിക്കില്ല. എത്രയും പെട്ടെന്ന് അവളെ അതിൽ നിന്ന് മോചിതയാക്കണം. ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷവും മയക്കുമരുന്ന് സുലഭമായി അവളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഡ്രഗ്സ് കിട്ടാനായി അവൾ ഏതറ്റം വരെയും പോകും. ആരെ വേണമെങ്കിലും അപായപ്പെടുത്താൻ തയ്യാറാകും. ഡോക്ടറുടെ വെളിപ്പെടുത്തലുകൾ ജയനെ ഞെട്ടിച്ചു കളഞ്ഞു. ജയേട്ടാ, ഹേമ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെയല്ല. ബാംഗ്ലൂരിലുള്ള സുഹൃത്തിന്റെ ഫോൺ കോൾ ജയനെ തേടിയെത്തിയിരുന്നു. കർണാടകയിലുള്ള ഒരു നോട്ടോറിയസ് ക്രിമിനലിന്റെ റൈറ്റ് ഹാൻഡാണ് അവൾ. ബാംഗ്ലൂർ സിറ്റിയിൽ ഡ്രഗ്സ് ഡീലിംഗ് നടത്തുന്നതിന്റെ മുഖ്യ കണ്ണിയാണ് ഹേമ. വാട്ട് യു മേൻ? ജയന്റെ വാക്കുകൾ പതറിയിരുന്നു. അതെ ജയേട്ടാ, ജി എന്ന് വിളിപ്പേരുള്ള ഒരു പക്ക ഫ്രോഡിന്റെ സംഘത്തിലെ ഒരുവളാണ് നിങ്ങളുടെ കൂടെയുള്ള ഹേമ. അവൾ അവിടെ ഉള്ളിടത്തോളം കാലം അനിയേട്ടനടക്കം എല്ലാവർക്കും ആപത്താണ്. ജി എന്നറിയപ്പെടുന്ന ക്രിമിനലിന്റെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? ആകാംക്ഷയോടെയാണ് ജയൻ ചോദിച്ചത്. എന്റെ കൈകളിൽ എത്തിയ ഉടനെ ഞാനത് സെൻഡ് ചെയ്തു തരാം ജയേട്ടാ. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. അയാൾ ഇപ്പോൾ കേരളത്തിൽ എവിടെയോ പതുങ്ങിയിരിക്കുകയാണ്. ജയന്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു തുടങ്ങി. കേട്ടറിഞ്ഞിടത്തോളം അയാൾ നിസ്സാരക്കാരനല്ല. ആ ദുഷ്ടൻ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കൂടുതൽ ലക്ഷ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുമാത്രമല്ല, എനിക്ക് വേറൊരു ഡൗട്ട് കൂടിയുണ്ട്. വളച്ചു ചുറ്റാതെ നീ കാര്യം തെളിച്ചു പറയൂ.
ഹേമയെ കൃത്യമായി അനിയേട്ടന്റെ വീട്ടിലെത്തിക്കുവാൻ അയാൾ വിരിച്ച വലയിൽ നമ്മൾ ചെന്നു ചാടുകയായിരുന്നു. എന്നുവെച്ചാൽ അന്ന് ആ ഗോഡൌണിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഫോണിലേക്ക് ജി മനഃപൂർവ്വമായിരിക്കണം ഹേമയുടെ ചിത്രം അയച്ചത്. അവളെ തേടി നമ്മൾ ചെല്ലുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും അഡ്രസ്സും തന്നത്. ഈശ്വര, ജയൻ അറിയാതെ അവനിൽ നിന്നും ഭഗവാൻ വിളിച്ചുപോയി. അവളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റിയ തീരു ജയേട്ട. ബി കെയർഫുൾ. സംസാരിച്ചും കൊണ്ടിരിക്കുന്നതിന് പിന്നിലെ കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കിയ ജയൻ ഞെട്ടിപ്പോയി. തൊട്ടുപിന്നിലതാ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ഹേമ നിൽക്കുന്നു. അവളുടെ നോട്ടം ജയന്റെ കൈകളിലേക്കായിരുന്നു. ജയന്റെ വാഹനം ചീറിപ്പാഞ്ഞ് അകത്തേക്ക് പോകുന്ന കണ്ട ഹിമയ്ക്ക് എന്തോ പന്തികേട് തോന്നി. ഒരു കൈയിൽ വാക്കിംഗ് സ്റ്റിക്കും മറു കൈ കൊണ്ട് ഹിമയെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു അനിരുദ്ധൻ അന്നേരവും. ഹിമയുടെ തോളിൽ ചുറ്റി പിടിച്ചിരുന്ന അയാളുടെ കണ്ണുകൾ ഹിമയുടെ മുഖത്തായിരുന്നു. തന്റെ വലത് കൈ കൊണ്ട് അയാളുടെ കൈകൾ പിടിച്ചിരുന്ന ഹിമ ഇടത് കൈ അനിക്കുട്ടന്റെ പിന്നിലൂടെ ഉടുപ്പിനെ താങ്ങി നിർത്തിയിരുന്നു. എന്നും നീ എങ്ങനെ എന്റെ കൂടെ തന്നെ വേണം? തീരെ പതിഞ്ഞ ശബ്ദത്തിലാണ് അയാൾ പറഞ്ഞത്. അനിക്കുട്ടൻ അവളുടെ മുഖത്തോട് കുറച്ച് അടുത്തിരുന്നു. ചുറ്റും നോക്കിക്കൊണ്ട് ഹിമ പറഞ്ഞു, ജേട്ടൻ വന്നിട്ടുണ്ട്, നമുക്ക് അകത്തേക്ക് പോകാം. അവന് വരാൻ കണ്ട നേരം അനിരുദ്ധൻ പിറുപിറുത്തു. അവൻ ഹേമയുമായി സംസാരിച്ചിരിക്കട്ടെ, നമുക്ക് അല്പം കഴിഞ്ഞ് പോകാം. ഹിമയെ തൊട്ടടുത്ത് തന്നെ തന്നോട് ചേർന്ന് കിട്ടിയിട്ടുള്ള സന്തോഷം അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അയ്യടാ, പിച്ച് വെച്ച് നടക്കുമ്പോഴേക്കും റൊമാൻസിനൊട്ടും കുറവില്ല. ഇക്കണക്കിന് പോയാൽ നിവർന്നു നിന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ചിരിച്ചും കൊണ്ടായിരുന്നു ഹിമയുടെ കൊഞ്ചൽ. ഹിമേ, ലവ് യു ഡിയർ. അവന്റെ ചുണ്ടുകൾ ഹിമയുടെ ഇടത് ചെവിയിൽ ഉരശിയിരുന്നു. അവൾ അറിയാതെ അവളുടെ കൈകൾ പിടിമെറിക്കുകയായിരുന്നു. അനിക്കുട്ടനെ വീൽ ചെയറിൽ ഇരുത്തി റാമ്പ് വഴി ഹിമ അകത്തേക്ക് കയറ്റുമ്പോൾ ബംഗ്ലാവിനകത്തു നിന്നും ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിരുന്നു. എന്റെ ഭാഗ്യ പരിശോധിക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? ഹേമ ചാടിത്തുള്ളിയും കൊണ്ട് ജയന് നേരെ ചെന്നു. ഇടത് കൈ പിന്നിലേക്ക് ഒളിപ്പിച്ചും കൊണ്ട് ജയൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അലറി. ഹേമേ, നീ അകപ്പെട്ടിരിക്കുന്നത് ചതിക്കുഴിയിലാണ്. തെല്ലും കൂസലില്ലാതെ ഹേമ അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഉഗ്രരൂപിണിയായ ഹേമ പൊടുന്നനെ ജയനെ ആക്രമിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ അവളുടെ നീക്കത്തിൽ ജയൻ അടിപതിരി താഴേക്ക് പതിച്ചു. തൊട്ടടുത്ത മേശയ്ക്ക് സമീപം ഉണ്ടായിരുന്ന സാമാന്യ ബലമുണ്ടായിരുന്ന മരക്കസേര ഹേമ അനായാസം എടുത്തുയർത്തി. നിയന്ത്രണം വീണ്ടെടുത്ത ജയൻ നിലത്തിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിൽ ഹേമ ഇരു കൈകളിലുമായി ഉയർത്തിയ കസേര കൊണ്ട് ജയനെ നേരെ പാഞ്ഞെടുത്തു. ജയേട്ടാ! പിന്നിൽ നിന്നുള്ള വിളി കേട്ട ഹേമ ഒരു നിമിഷം നിശ്ചലയായി നിന്നു. മോളെ, ഈ ദുഷ്ടനെയാണോ നീ ഏട്ടനെന്ന് വിളിച്ചത്? ഇയാൾ എന്താണ് കാണിച്ചതെന്ന് അറിയാമോ? ജയനെതിരെ കൈകൾ ചുമത്തിക്കൊണ്ട് അവൾ ഹിമയുടെ നേരെ തിരിഞ്ഞു. നിലത്തിൽ നിന്നും എഴുന്നേറ്റ് ജയൻ ദയനീയ ഭാവത്തിൽ ഹിമയെ നോക്കി. ജയേട്ടാ, നിങ്ങളിൽ നിന്ന് ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഹിമയോട് എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി നിന്ന ജയൻ പിന്നീട് ഹിമ പറഞ്ഞത് കേട്ടത് ആശ്ചര്യമായിരുന്നു. ഇവൾ എന്റെ സഹോദരിയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നുന്നു. അവളുടെ കരണം പുകച്ചൊരെണ്ണം കൊടുക്കാൻ ജയേട്ടൻ എന്തിനാണ് മടിക്കുന്നത്? അതാണ് ഞാൻ ജയേട്ടനിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പറഞ്ഞു തീർന്നും ജയന്റെ ശക്തമായ കരങ്ങൾ ഹേമയുടെ മുഖത്ത് പതിഞ്ഞു. തുടരും കഥയുടെ ബാക്കി ഭാഗം.